ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ കരിയപ്പ മൈതാനത്ത് NCC PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അഭിസംബോധന ചെയ്യും. 2030-ൽ 30,000 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളം അഴിമതിമുക്തമായ സംസ്ഥാനമായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനും ഇറ്റാലിയൻ സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ഡൽഹി കരിയപ്പ പരേഡ് മൈതാനത്ത് നടക്കുന്ന വാർഷിക NCC PM റാലിയെ അഭിസംബോധന ചെയ്യും. 2200-ലധികം NCC കേഡറ്റുകളും 24 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവ കേഡറ്റുകളും ഈ വർഷത്തെ റാലിയുടെ ഭാഗമാകും. ഊർജ്ജസ്വല ഗ്രാമങ്ങളിലെ 400-ലധികം സർപഞ്ചുമാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങളിലെ 100-ലധികം സ്ത്രീകളും NCC PM റാലിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. അമൃതകാലത്തിന്റെ NCC എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള സാംസ്കാരിക പരിപാടിയും നടക്കും. റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വിരുന്ന് സംഘടിപ്പിച്ചു. തുടർച്ചയായി നടക്കുന്ന ദേശീയ ദിന പരേഡിലും ആഘോഷങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ അതിഥികളാകുന്നത് ചരിത്ര നിമിഷമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്ത ശക്തിയുടെയും ആഴമേറിയ സൌഹൃദത്തിന്റെയും പ്രതീകമാണിതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. കരകൌശലം മുതൽ ബഹിരാകാശ രംഗങ്ങളിലെ വരെ മുന്നോട്ടുള്ള ചുവടുവയ്പ്പുകളാണ് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ഭാവി നീക്കങ്ങളെന്നും ശ്രീമതി മുർമു പറഞ്ഞു. 2030-ൽ 30,000 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ. ഇത് വളരെ അഭിലഷണീയമായ ലക്ഷ്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവർക്കും ഫ്രഞ്ച്, മികച്ച ഭാവിക്ക് ഫ്രഞ്ച് എന്ന മുൻകൈയോടെ പൊതുവിദ്യാലയങ്ങളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നതിനായി ഫ്രാൻസ് പുതിയ പാതകൾ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് പഠിക്കാൻ പുതിയ കേന്ദ്രങ്ങളുമായി ഒരു ശൃംഖല വികസിപ്പിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് മാക്രോ പറഞ്ഞു. ഫ്രഞ്ച് ഭാഷ അറിയാത്ത വിദ്യാർത്ഥികളെ ഫ്രഞ്ച് സർവകലാശാലകളിൽ ചേരാൻ അനുവദിക്കുന്ന അന്താരാഷ്ട്രതല ക്ലാസുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇരു രാജ്യങ്ങൾക്കിടയിലെ ഉഭയകക്ഷി ബന്ധത്തെ അദ്ദേഹം അനുസ്മരിച്ചു. ഏകദേശം 1500ഓളം ഇന്ത്യക്കാർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ UAE മന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലാമ പങ്കെടുത്തു. ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള പ്രാതിനിധ്യം സാമ്പത്തിക വികസനത്തിൽ മാത്രമല്ല പൊതു ലക്ഷ്യങ്ങളിലേക്കുള്ള ആഗോള ശക്തിയിലും പ്രകടമാണെന്നും ശ്രീ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയോടനുബന്ധിച്ച് വിശിഷ്ട അതിഥികളായി ക്ഷണിക്കപ്പെട്ട 550-ൽ-അധികം ഗോത്ര വിഭാഗക്കാരായ വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട അഭിസംബോധന ചെയ്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന് ഇതൊരു മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃതകാലത്തിൽ പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് സ്വായത്തമാക്കാൻ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ട നേതാക്കളാണ് ഈ വിദ്യാർത്ഥികളെന്നും ശ്രീ അർജുൻ മുണ്ട പറഞ്ഞു. ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സാക്ഷിയാകാൻ അവസരം ലഭിച്ചതിനും ഗോത്ര വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പിന്തുണ നൽകുന്നതിനും വിദ്യാർത്ഥികൾ സർക്കാരിന് നന്ദി അറിയിച്ചു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 109ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ ആകാശവാണിയിൽ പ്രാദേശിക ഭാഷകളിൽ പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരളം അഴിമതിമുക്തമായ സംസ്ഥാനമായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഏകദിന RTI ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ അഴിമതിമുക്തമാക്കുന്നതിൽ സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും ഒരുപോലെ സഹകരിക്കണം. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ കൈക്കൂലി വാങ്ങില്ലെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ സ്വയം നിശ്ചയിക്കണം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കില്ലെന്ന് ജനങ്ങളും തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരാവകാശ രേഖകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ മാതൃകാപരമായ രീതിയിൽ ഉയർന്നുവരാൻ കേരളത്തിന് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെയുണ്ടായ SFI പ്രതിഷേധത്തിൽ പോലീസിന്റെ അനാസ്ഥ ആരോപിച്ച് റോഡരികിൽ കസേരയിട്ടിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ചു. തനിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസ് ഉദാസീനത കാണിക്കുന്നതായി ഗവർണർ ആരോപിച്ചു. MC റോഡിൽ നിലമേൽ വച്ചാണ് 50ഓളം വരുന്ന SFI പ്രവർത്തകർ കറുത്ത ബാനർ ഉയർത്തി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. സംഭവത്തിൽ 17 SFI പ്രവർത്തകർക്കെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ചതിന് 2 ജീവനക്കാരെ കേരള ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ, കോടതി കീപ്പർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയുടെ ഉത്തരവ്. വിഷയത്തിൽ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷനോട് വിശദീകരണം തേടിയ ചീഫ് ജസ്റ്റിസ് വിശദമായ അന്വേഷണം നടത്താൻ രജിസ്ട്രാർ വിജിലൻസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ഡൽഹിയിലേക്കുള്ള ഏകദേശം 33 പാസഞ്ചർ ട്രെയിനുകൾ ഇന്ന് 1 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ വൈകിയിട്ടുണ്ട്. ഭുവനേശ്വർ ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ്, രാജേന്ദ്ര നഗർ ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ്, രേവ ആനന്ദ് വിഹാർ എക്സ്പ്രസ്, ജമ്മു താവി അജ്മീർ പൂജ എക്സ്പ്രസ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം സഡ ടൻസീഖ് മറ്റന്നാൾ മുതൽ രാജസ്ഥാനിൽ നടക്കും. ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾക്കിടയിൽ മികച്ച സമ്പ്രദായങ്ങൾ പഠിക്കുകയും പങ്കിടുകയും ചെയ്യുന്നതിലൂടെ പരസ്പര പ്രവർത്തനക്ഷമത, സംയുക്ത പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അടുത്ത മാസം 10 വരെ അഭ്യാസം തുടരും. ബീഹാറിൽ ഭരണസഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുമ്പോൾ പാറ്റ്നയിൽ രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ BJPയുടെയും RJDയുടെയും മുതിർന്ന നേതാക്കളുടെയും നിയമസഭാ അംഗങ്ങളുടെയും യോഗം വിളിച്ചു. JDU നിയമസഭാംഗങ്ങളുടെയും MPമാരുടെയും യോഗം നാളെയാണ് ചേരുക. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെയുണ്ടായ അതിശൈത്യത്തെ തുടർന്ന് ന്യൂമോണിയ ബാധിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ 200-ലധികം കുട്ടികൾ മരിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. മരിച്ച കുട്ടികളിൽ ഭൂരിഭാഗവും ന്യൂമോണിയ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല. പോഷകാഹാരക്കുറവുള്ളവരും മുലയൂട്ടൽ കുറവായതിനാൽ പ്രതിരോധശേഷി കുറവുള്ളവരുമാണെന്നും സർക്കാർ അറിയിച്ചു. കാലാവസ്ഥ മോശമായതിനാൽ പ്രവിശ്യയിലുടനീളമുള്ള സ്കൂളുകളിൽ ജനുവരി 31 വരെ രാവിലെ അസംബ്ലി നടത്തുന്നതിന് സർക്കാർ നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം പ്രവിശ്യയിലാകെ 10,520 ന്യൂമോണിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 220 മരണങ്ങളും സംഭവിച്ചത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. തെക്കൻ ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയായ UNRWAയിലെ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് സംഘടനയ്ക്കുള്ള ധനസഹായം അമേരിക്ക താൽക്കാലികമായി നിർത്തിവച്ചു. അതിനിടെ ഇസ്രായേൽ ഇത്തരത്തിൽ വിവരം നൽകിയതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി UNRWA മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനും ഇന്ന് മെൽബണിൽ നടക്കുന്ന പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ സിമോൺ ബൊലെല്ലി, ആൻഡ്രിയ വവസോറി സഖ്യത്തെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:15 മത്സരം ആരംഭിക്കും. സെമിയിൽ ജർമ്മനിയുടെ യാനിക് ഫാൻമാൻ ഡൊമിനിക് കോഫ് സഖ്യത്തെ 6-3, 3-6, 7-6 എന്ന സ്കോറിനാണ് താരജോഡി പരാജയപ്പെടുത്തിയത്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 190 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. 2ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 436 റൺസിന് എല്ലാവരും പുറത്തായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ കരിയപ്പ മൈതാനത്ത് NCC PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അഭിസംബോധന ചെയ്യും. 2030-ൽ 30,000 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളം അഴിമതിമുക്തമായ സംസ്ഥാനമായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനും ഇറ്റാലിയൻ സഖ്യത്തെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.